പ്ലൻസ് ബൈതന. അപ്പോൾ ഇന്ന് ഗുരുവായൂരമ്പല നടയിൽ അനിഴം ദിനത്തിലെ പൂക്കളിടുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ ഗായ്സ്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിക്കാനിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥിരം പൂക്കളിടുന്നത് കാണാൻ പോകാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ്. പക്ഷേ ദിവസം പോകുന്നതുകൊണ്ട് ഉറക്കം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 11 മണിയായി. അപ്പോൾ പൂക്കളൊക്കെ ഓൾറെഡി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ വിജീഷങ്ങളുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് സെറ്റായി ഇരുന്നു കേട്ടോ അവിടെ. പക്ഷെ ചിൻ്റെ എന്തോ പണക്കത്തിലാണ്, എന്നാലും അവിടെ ഇരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനം. അല്ലെങ്കിൽ ആദ്യം തന്നെ ഓടി നടക്കും കുറേയൊക്കെ. വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ഒരു ദിവസം വൈകുന്നുണ്ട്. ഷോർട്സ് അന്നാന്ന് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തലേന്നും പോകും, അന്ന് രാവിലെയും പോകും. അപ്പോൾ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് വൈകുന്നത് കേട്ടോ. എങ്കിലും എല്ലാ വ്ളോഗും നിങ്ങൾക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ വൈകിട്ടാണെങ്കിലും ഇടുന്നത്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ആളുകളൊക്കെ ഇങ്ങനെ വന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പപ്പ അതാ ഇറങ്ങിയിട്ടുണ്ട് ഓടാൻ വേണ്ടിയിട്ട് കേട്ടോ. പപ്പയ്ക്ക് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ ഓടി നടക്കണം. ഇപ്പോൾ സ്ഥലമൊക്കെ പരിചയമാണ്, പോയാലും ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നാലും നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ പിന്നാലെ ഓടിപ്പോണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പൂ വെട്ടുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ്. ദിവസവും പൂക്കളിടുന്നത് പോയി കാണാൻ പറ്റുന്നതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് കലാ സുഭാഷിനെ കണ്ടത്. ആളൊരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ ആളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു. കാരണം ആളിനെ ഓൾറെഡി അറിയുന്നതാണ് കേട്ടോ എനിക്ക്. അവിടെ കണ്ടപ്പോൾ പരിചയം പുതുക്കിയെന്നുള്ളൂ. അങ്ങനെ പിന്നെ പുതിയ ഫ്രണ്ട്സിനെയും ഞാൻ നേരത്തെ വ്ളോഗ്സിലൊക്കെ പറഞ്ഞ പോലെ സ്ഥിരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പരിചയപ്പെട്ടത് ചിത്ര എന്ന് പറഞ്ഞ കുട്ടിനെയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ പോയി കഴിഞ്ഞാൽ കേട്ടോ. അങ്ങനെ നല്ല നല്ല സൗഹൃദങ്ങൾ കിട്ടാനും അതുപോലെ തന്നെ നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കാനും ഈ ഒരു വ്ളോഗ് എടുക്കുന്നതിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ മക്കൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ പോവാനും അവിടെ ഇങ്ങനെ ഓടിക്കളിക്കാനും ഒക്കെ. അപ്പോൾ അവരിങ്ങനെ ഫ്ലാറ്റിലിരുന്ന് എന്നും ബോറിംഗ് ആണല്ലോ. അപ്പോൾ ഈ നൈറ്റ് റൈഡ് അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പുറത്ത് പോവുക, കുറേ പുതിയ പുതിയ ആൾക്കാരെ കാണുക, അവരുമായിട്ട് മിങ്കിൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അതാ പൂക്കളിടുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വിജീഷേട്ടൻ പൂക്കളിടുന്നിടത്ത് പോയപ്പോൾ അവർക്കും പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു കേട്ടോ പൊപ്പഞ്ചിൻ്റെ. ഞാനൊരു വിധത്തിൽ അവിടെ പിടിച്ചു നിർത്തി. ഈ പൂക്കളത്തിൻ്റെ ആർട്ടിസ്റ്റ് രമേശ് ബാലാമണിയാണ്. അദ്ദേഹവും ടീമും കൂടിയിട്ട് മനോഹരമായ കൂർമ്മരൂപമാണ് ഒരുക്കിയിട്ടുള്ളത്. 24 വർഷമായിട്ട് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പൂക്കളിടുന്നുണ്ട് കേട്ടോ. ഗായ്സ്, അപ്പം ഞങ്ങൾ ഇപ്പോൾ പോവാണ്. കാരണം 12:30 ആയിട്ടുണ്ട്. ഇനി ഇവർക്ക് ക്ലാസ്സിലൊക്കെ പോകേണ്ടതാണ്. നാളെ വരുന്ന ക്ലാസ്സിൽ വിട്ടിട്ട് ഞാൻ ബാക്കി ഫുൾ പൂക്കളെടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതുകൂടി കാണാം കേട്ടോ. ഇപ്പോൾ തിരിച്ചു വരുന്നത് വഴി സ്നാക്സ് കഴിക്കൽ അവരുടെ ശീലമായി മാറിയേക്കാണ്. അങ്ങനെ കൈരളി ജംഗ്ഷനിലുള്ള ടീ സോണിൽ കയറി. ഇപ്പോൾ സ്ഥിരം ഇവിടെ തന്നെയാണ് കേട്ടോ കയറുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം വെറൈറ്റീസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് വരുന്നതുകൊണ്ട് നേരെ കൈരളി ജംഗ്ഷനിലേക്കാണ് കയറുക. അപ്പോൾ ഇവിടുന്ന് കഴിക്കാറാണ് പതിവ്. ഇവിടെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വൈബാണ് നൈറ്റിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ചിന്തയുടെ ഫേവറേറ്റ് പഴംപൊരിയും പൊപ്പയും മുട്ട ചുക്ക അങ്ങനെ എന്തോ സംഭവമാണ്, അതും കഴിക്കുകയാണ്. ഇപ്പോൾ സ്ഥിരം അതാണ് പോയിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ പൊപ്പ. പിന്നെ ചിന്തയ്ക്ക് പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത് അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിൻലി അവിടെ കയറുന്നത്. ഗായ്സ്, ഞാൻ മക്കളെ സ്കൂളിലൊക്കെ വിട്ട് അനിഴം ദിനത്തെ പൂക്കൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇന്നലെ രാത്രി പകുതിയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഫുള്ള് കാണണം. അപ്പോൾ കണ്ടു നോക്കാം. അങ്ങനെ ഞാൻ പൂക്കളത്തിൻ്റെ അടുത്തെത്തി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈവും കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂർമ്മരൂപമാണ്. അപ്പം കണ്ട് ആസ്വദിച്ചിങ്ങനെ നടക്കുകയാണ് ഞാൻ. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടി. ഞാൻ സെൽഫി എടുത്തപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു പയ്യനെ കൊണ്ട് ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എങ്കിലും ഞാനവിടെ പോകുമ്പോൾ ഇപ്പോൾ സ്ഥിരം ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ തന്നെയാണ് വരാറ്. കാരണം അവിടെ നിന്നിട്ട് അവിടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. പിന്നെ നമുക്കൊരു ഓർമ്മയായിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിക്കും ആരെങ്കിലും കൊണ്ടും. അങ്ങനെ അപ്പോൾ ആ കുട്ടി എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറയില്ല ഇങ്ങനെ തിരക്കാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത് കേട്ടോ വീഡിയോ ഒക്കെ. അത് കഴിഞ്ഞിട്ട്
ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്നു. ഇത്തിരി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ലൈവൊക്കെ കൊടുത്ത് കുറച്ച് നേരം നടന്നു. പിന്നെ ഇങ്ങോട്ട് പോന്നു ഗായ്സ്. അപ്പം ഞാൻ തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു.